ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ സ്തുതിയും പുകഴ്ചയും മഹത്വവും ബഹുമാനവും സംഹാരദൂതനെ നമ്മിൽ നിന്ന് അകറ്റിയ അർക്കപ്പെട്ട കുഞ്ഞാടിന് ആയിരിക്കട്ടെ. സ്തോത്രം. ബഹുമാന്യരായ പട്ടക്കാർ, കൂടി വന്നിരിക്കുന്ന ദൈവമക്കൾ, ക്രിസ്തു യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വീണ്ടും സ്നേഹവന്ദനം. ഒരു പ്രാവശ്യം കൂടെ ദൈവവചനം ശുശ്രൂഷിപ്പാൻ കർത്താവ് എനിക്ക് തന്ന ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുകയും ബഹുമാനപ്പെട്ട അച്ഛന്മാരോടും കൂടി വന്നിരിക്കുന്ന ദൈവമക്കളോട്, ഇടവക മിഷൻ്റെ ചുമതലക്കാരോടും സ്നേഹവും നന്ദിയും കടപ്പാടും അറിയിക്കും. ഇന്നലെ 1-ാമത്തെ അധ്യായം നാം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് 3-ാമത്തെ അധ്യായം ദൈവം അനുവദിക്കുന്നെങ്കിൽ നാളെ 2-ാമത്തെ അധ്യായം ചിന്തിക്കണം എന്ന് കർത്താവിൽ ആഗ്രഹിക്കുന്നു. ദീർഘമായ ഒരു പാസേജ് ആയിരുന്നതുകൊണ്ടാണ് മുഴുവൻ വായിക്കാഞ്ഞത്. ആ ചരിത്ര സംഭവം നിങ്ങൾക്കെല്ലാം നന്നായിട്ടറിയാം. കുഞ്ഞുങ്ങളെ പറഞ്ഞു കേൾപ്പിക്കുന്ന ബെഡ് ടൈം സ്റ്റോറീസിൽ ഒന്നായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. എബ്രായ ബാലന്മാരെ എരിയുന്ന തീച്ചൂളയ്ക്കുള്ളിൽ കർത്താവ് സൂക്ഷിച്ച അത്ഭുതകരമായ ചരിത്രം ദൈവത്തിന് മഹത്വം കരയേറ്റുന്ന ഒരു നല്ല സംഭവമാണല്ലോ. അത് കുഞ്ഞുനാൾ മുതൽ, സൺഡേ സ്കൂൾ ദിവസങ്ങൾ മുതൽ നാം മനസ്സിലാക്കിയിട്ടുള്ള, പഠിച്ചിട്ടുള്ള ഒരു നല്ല ചരിത്രമാണ്. എന്നാൽ ഇതിനകത്തൂടെ വിശ്വാസികളുടെ ജീവിതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ശോധനയും ദൈവത്തിൻ്റെ മഹത്വം അതിൽ കൂടെ വെളിപ്പെടുന്നതും വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്ന ഒരു വേദഭാഗമാണ്. 3 കാര്യങ്ങൾ നമ്മുടെ ഇന്നത്തെ ചിന്തയിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നു. ഫെയ്ത്ത് ചാലഞ്ച്ഡ്, വെല്ലുവിളിക്കപ്പെടുന്ന വിശ്വാസം. 2, ഫെയ്ത്ത് എക്സ്പ്രസ്ഡ്, പ്രകടിപ്പിക്കപ്പെടുന്ന വിശ്വാസം. 3, ഓണേർഡ് ഫെയ്ത്ത്, ആദരവ് ലഭിക്കുന്ന, ദൈവത്തിൽ നിന്ന് ബഹുമാനം ലഭിക്കുന്ന വിശ്വാസം, റിവാർഡ്, പ്രതിഫലം ലഭിക്കുന്ന വിശ്വാസം. ഈ ചരിത്രത്തിനകത്തൂടെ നമുക്കത് കാണാനായിട്ട് കഴിയും. ഈ 2, 3, 4 അധ്യായത്തിൻ്റെ ഉള്ളിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ രാജാവിൻ്റെ വിരുന്ന്, രാജാവിൻ്റെ ബാങ്ക്വറ്റ്, അതിൽ നിന്നൊക്കെ വേർപെട്ട് ജീവിക്കുന്ന, ദൈവത്തിന് വേണ്ടി വേർപെട്ട് ജീവിക്കുന്ന ഒരു സമൂഹം, സെപ്പറേറ്റഡ് അൺ ടു ഗോഡ്. രാജാവിൻ്റെ രഹസ്യം 2-ാമത്തെ അധ്യായം അതാണല്ലോ. രാജാവ് കണ്ട സ്വപ്നം, അത് മനസ്സിലാക്കാൻ ഈ കൂട്ടർക്ക് കഴിഞ്ഞത് കമ്മ്യൂണിയൻ വിത്ത് ഗോഡ്, ദൈവത്തോടുള്ള കൂട്ടായ്മയാണ്. 3-ാമത്തെ അധ്യായത്തിൽ രാജാവ് ഉയർത്തിയ വലിയ ബിംബം, അതിൽ നിന്ന് അവരെ വിടുവിച്ചത് ദൈവത്തോടുള്ള കമ്മിറ്റ്മെൻറ്റാണ്, കമ്മിറ്റ്മെൻറ്റ് ടു ഗോഡ്. അതേ അധ്യായത്തിൽ തന്നെ രാജാവിൻ്റെ കോപം, ദ റോത്ത് ഓഫ് ദ കിങ്, അതിൽ നിന്ന് അവരെ വിടുവിച്ചത് കറേജ് ഓർ ഫെയ്ത്ത് ഇൻ ഗോഡ്, ദൈവത്തിലുള്ള ആഴമേറിയ വിശ്വാസം. ഉണ്ട്. ഈ വേദഭാഗത്ത് നിന്ന് നമുക്ക് ചില ചിന്തകൾ നമ്മുടെ ആത്മീക വർധനവിന് വേണ്ടി കർത്താവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായത്തിൽ ഉദ്ധരിക്കപ്പെട്ട ഒരു ഭാഗം ഈ ചരിത്രത്തിൽ നിന്നാണ്. 11-ാമത്തെ അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യത്തിൽ വിശ്വാസികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർ സിംഹത്തിൻ്റെ വായ അടച്ചു, തീയുടെ ബലം കെടുത്തി. ഈ 3-ാമത്തെ അധ്യായത്തിൽ എരിയുന്ന തീച്ചൂളയ്ക്കകത്ത് വീണിട്ട് ഒരു കേടും പറ്റാതെ പുറത്തു വന്ന വിശ്വാസികളെക്കുറിച്ചാണ് എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശ്വാസം! ഒരു സാധാരണക്കാരായ ആളുകളെ ഈ ലോകമണ്ഡലത്തിൽ ഉയർത്തി നിർത്തുന്ന വിശ്വാസം, എക്സ്ട്രാ ഓർഡിനറി ലൈഫ്. ഇന്നലെ നാം ചിന്തിച്ചതുപോലെ അങ്ങനെ ഒരു ജീവിതം നയിക്കാൻ അവരെ സഹായിച്ചതാകുന്നു ഇവിടെ നാം കാണും. നമുക്ക് അതിൻ്റെ ഓരോ മേഖലയിലേക്ക് കടന്നു പോകാം. ഒന്നാമത്, അവരുടെ വിശ്വാസം വെല്ലുവിളിക്കപ്പെടുന്നു. 3-ാമത്തെ അധ്യായം തുടങ്ങുമ്പോൾ അങ്ങനെയാണ് നാം കാണുന്നത്. അധികാരികൾ ശക്തന്മാരാകുന്നത് ജനങ്ങൾക്ക് പ്രയോജനകരമാണ്. സ്ട്രോങ് ലീഡേഴ്സ് ആർ എ ബ്ലെസ്സിങ്, അത് വളരെ ആവശ്യമാണ്. എന്നാൽ അധികാരികൾ അഹങ്കാരികളാകുമ്പോൾ അത് നമുക്ക് ക്ഷീണമാണെന്ന് മാത്രമല്ല, ജനങ്ങൾക്ക് ദോഷമാണ്. അധികാരികൾ വളരെ ബലവാന്മാരും സ്ട്രോങ്ങും ശക്തന്മാരും ഒക്കെ ആയിത്തീരുന്നത്, കഴിവുള്ളവരായിത്തീരുന്നത് ഒരു രാജ്യത്തിന് അനുഗ്രഹമാണ്.
എന്നാൽ പലപ്പോഴും ശക്തന്മാരായ അധികാരികൾ അറിയാതെ തന്നെ അഹങ്കാരികളായി തീരാറുണ്ട്. അവരഹങ്കാരികളായി തീർന്നു കഴിയുമ്പോൾ സബ്ജക്ട്സിന്, ഭരിക്കപ്പെടുന്നവർക്ക് വലിയ ദോഷം വന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് നെബൂഖദ്നേസറിൻ്റെ കാലത്തും നമുക്ക് കാണാൻ കഴിയും, ആധുനിക തലത്തിലും ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ അധികാരികൾ വരുമ്പോൾ ഈ ജനങ്ങൾ അവർക്ക് കീഴ്പ്പെടണമെന്ന് മാത്രമല്ല, ജനങ്ങൾ അവരെ ആരാധിക്കണമെന്നുള്ള ആഗ്രഹം അവരിൽ ജനിക്കാൻ സാധ്യതയുണ്ട്. അത് ലോകത്തിലൊക്കെ നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അവർ കേന്ദ്ര ബിന്ദുവായി തീരണം എന്നുള്ളതാണ് ഭരണാധികാരികളുടെ ആഗ്രഹം. അത് ഈ നെബൂഖദ്നേസറിനുണ്ടായി എന്ന് നാം കാണും. ഇവരുടെ വിശ്വാസത്തെ വെല്ലുവിളിച്ച 3 കാര്യമാണ്. 1, പ്രൗഡ് റൂളേഴ്സ്, അഹങ്കാരികളായ അധികാരികൾ. 2, കമ്പീറ്റിംഗ് ഫ്രണ്ട്സ്, മത്സരികളായ കൂട്ടുവേലക്കാർ. നമുക്കെല്ലാം ശോധന വരുന്നൊരു മേഖലയാണ് ഒരുമിച്ച് ജോലി ചെയ്യുന്ന ആളുകൾ, നമ്മോടുള്ള മത്സരം. അതുമാത്രമല്ല, ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ദോഷശക്തി. അങ്ങനെ മനസ്സിലായെങ്കിലേ നമുക്കതിൻ്റെ ആഴത്തിലേക്ക് പോകാൻ കഴിയത്തുള്ളൂ. അധികാരികൾ മാത്രമല്ല, 2, കമ്പീറ്റിംഗ് ഫ്രണ്ട്സ്, കോവർക്കേഴ്സ്, മത്സരികളായിട്ടുള്ള സഹപ്രവർത്തകർ. ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ഹോസ്റ്റൈൽ വേൾഡ്, എതിരായി പ്രവർത്തിക്കുന്ന ഒരു ദുഷ്ടശക്തി ഈ ലോകത്തിലുണ്ടല്ലോ. നമുക്ക് ആ ഭാഗത്തേക്കൊന്ന് നോക്കാം. വെല്ലുവിളി. ഈ രാജാവ് ഉയർത്തിയ ഒരു വലിയ ബിംബം, ഹ്യൂജ് ഐഡൽ, 60 മുഴം ഉയരം, 6 മുഴം വീതി. ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവർ പറയുന്നത്, അത് നമ്മുടെ അറിവിലേക്ക് വരുമ്പോൾ 90 അടി ഉയരവും 9 അടി വീതിയും. അതിൻ്റെ ആ റേഷ്യോ ഒന്ന് നോക്കണം. ഉയരവും വീതിയും കൂടെ നോക്കുമ്പം 10:1. അങ്ങനെ ഒരു മനുഷ്യനെ ഇപ്പോൾ ഇവിടെ കണ്ടാൽ വളരെ വികൃതമായി തോന്നുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരിക്കലും ഒരു നല്ല പ്രൊപ്പോർഷനേ അല്ല. 6:1 ആണ് ഏകദേശം നല്ലതെന്നാണ് പറയുന്നത്. 6:1 കണ്ടാൽ ഒരുമാതിരി യോജിക്കും. എന്നാൽ ഈ രാജാവ് ഉയർത്തിയത് ഈ 10:1 പ്രൊപ്പോർഷനിലാണ്. ഈ മനുഷ്യൻ നിർമ്മിക്കുന്നതെല്ലാം ഔട്ട് ഓഫ് പ്രൊപ്പോർഷനാണ്. പ്രത്യേകിച്ച് മനുഷ്യൻ്റെ അഹന്തയിൽ നിന്ന് എന്തെങ്കിലും സൃഷ്ടിച്ചാൽ അതെപ്പോഴും വെളിപ്പെടുന്ന ഔട്ട് ഓഫ് പ്രൊപ്പോർഷനാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പ്രവർത്തനത്തിലുമെല്ലാം ഈ ജഡീകമായിട്ടുള്ള കാര്യങ്ങൾ മുൻനിരയിലേക്ക് വരുമ്പോൾ അത് കാണാൻ അഴകുള്ളതല്ല. പ്രത്യേകിച്ച് മേക്ക് ഇറ്റ് ബിഗ്, വലുതാകുക എന്നുള്ളത്. ബാബേൽ ഗോപുരം പണിതപ്പോൾ മുതൽ മനുഷ്യൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ളൊരാശയമാണ്. അത് ആധ്യാത്മിക ഗോളത്തിൽ നമ്മയും സ്വാധീനിക്കാതിരിക്കാൻ പ്രത്യേകമായി കരുതലുള്ളവരായി ജീവിച്ചു കൊള്ളണം. നന്നായി പ്രവർത്തിക്കണം, ആത്മനിറവിൽ പ്രവർത്തിക്കണം, ശക്തനായി പ്രവർത്തിക്കണം, വലുതാകണം എന്നുള്ളൊരാഗ്രഹം ഏത് കാലത്തും ആപത്തിൽ കൊണ്ടുവന്നെത്തിക്കും. അങ്ങനെ ഒരാഗ്രഹമാണ് ഈ രാജാവിനുണ്ടായത്. മേക്ക് ഇറ്റ് ബിഗ്. ഹൃദയത്തിനകത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അത് വലുതാക്കിയെന്ന് മാത്രമല്ല, സ്വർണ്ണബിംബം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചിന്തകന്മാർ പറയുന്നത് ആ രാജാവിന് അത്രയും പ്രതാപം ഉണ്ടായിരുന്നെങ്കിലും 90 അടി ഉയരവും 9 അടി വീതിയും ഉള്ള ഒരു ബിംബത്തെ മുഴുവനായി തങ്കത്തിൽ നിർമ്മിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് നിശ്ചയമായും തടി കൊണ്ട് നിർമ്മിച്ച്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നിർമ്മിച്ച്, സ്വർണം കൊണ്ട് നന്നായി പൊതിഞ്ഞു കാണും. മനുഷ്യൻ്റെ പ്രവൃത്തിയുടെ വേറൊരു ലക്ഷണമാണിത്. പുറമേ കണ്ടാൽ അഴിയാത്തതെന്ന് തോന്നിയാലും ആന്തരികമായി കറപ്റ്റബിൾ നേച്ചറാണ്, അഴുകുന്നതാണ്. അപ്പോൾ രാജാവ് ഉയർത്തിയ വലിയ വലിയ ബിംബം ഇംപ്രസീവ് ആക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തിയും ദൈവം ആരാധനയ്ക്ക് വേണ്ടി ആഹ്വാനം ചെയ്യുമ്പോൾ ദൈവം ചെയ്യുന്ന പ്രവൃത്തിയും തമ്മിൽ എത്ര വ്യത്യാസമാണെന്ന് നോക്കിക്കാട്ടെ. മനുഷ്യൻ എന്ത് ചെയ്താലും ഇംപ്രസീവ് ആക്കണം. തമ്പുരാൻ അങ്ങനെ ആഗ്രഹിച്ചിരുന്നെങ്കിൽ, ലോകത്തെ തന്നിലേക്ക് ഇംപ്രസീവായി എന്തെങ്കിലും ചെയ്ത് ആരാധിക്കാനായിട്ട് ആഹ്വാനം ചെയ്തിരുന്നെങ്കിൽ, ഒന്നാലോചിച്ച് നോക്കി. ഹൂസ്റ്റണിൽ നിന്ന് നാളെ പ്രഭാതത്തിൽ ഉയരത്തിലേക്ക് നോക്കുമ്പോൾ ജീസസ് ഈസ് ലോർഡ് എന്ന് ഒരു വലിയ എഴുത്തൊന്ന് കണ്ടിരുന്നെങ്കിൽ ഇനിയും ഒരു പ്രസംഗവും ആവശ്യമില്ലായിരുന്നു. മനുഷ്യൻ അന്നേരേ വിശ്വസിച്ചേനെ. തമ്പുരാൻ അങ്ങനെ ഒരു പ്രവൃത്തിയിൽ കൂടെ മനുഷ്യരെ ആകർഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല.
ഗോഡ്സ് വർക്ക് ഈസ് നോട്ട് ഇംപ്രസീവ് ആണ്, ബട്ട് ഇറ്റ് ഈസ് മോർ ഇൻസ്പയറിങ്. ദൈവത്തിൻ്റെ പ്രവൃത്തികളെല്ലാം അങ്ങനെയാണ്. നമ്മുടെ ഉള്ളിനകത്ത് ആ ഇൻസ്പിറേഷൻ തരുന്നതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. അതിനുശേഷം രാജാവ് ഇതിനെ സെറ്റപ്പ് ചെയ്തെന്നാണ് പറയുന്നത്. ദുരാസമഭൂമിയിൽ നിർത്തി, വളരെ ദൂരത്ത് നോക്കിയാലും കാണത്തക്കവണ്ണം, അതാണ് അതിൻ്റെ ഉദ്ദേശം. എത്ര ദൂരത്ത് നോക്കിയാലും കാണത്തക്കവണ്ണം ദുരാസമഭൂമിയിൽ നിർത്തി. അതിനുശേഷം രണ്ടാമത്തെ വാക്യത്തിൽ ആളുകളെ വിളിച്ചു കൂട്ടി. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഒരാൾ പോലും മിസ് ചെയ്യരുത്. അപ്പോൾ നോക്കിക്കോണേ, അഹങ്കാരികളായ അധികാരികളുടെ പ്രത്യേക സ്വഭാവത്തിലൊന്നാണ് ഈ ഹാമാൻ്റെയും മൊർദെഖായിയുടെയും ചരിത്രം വായിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ പതിയേണ്ട ഒരു കാര്യം, ഈ മൊർദെഖായി ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാവരും തന്നെ ഹാമാൻ്റെ മുമ്പിൽ വണങ്ങി. എന്നാൽ ഹാമാനെ ഇറിറ്റേറ്റ് ചെയ്തൊരു കാര്യം എന്താണെന്നറിയാമോ? ഈ ഒരു മനുഷ്യൻ, വൺ മാൻ ഈസ് മിസ്സിങ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ആ മനുഷ്യനെ അങ്ങ് അവഗണിച്ചാൽ പോരെ, ബാക്കി എല്ലാവരും തൻ്റെ മുമ്പിൽ വണങ്ങുന്നെങ്കിൽ അത് മതിയല്ലോ. അതുകൊണ്ട് സംതൃപ്തിയുണ്ട്. ഇറ്റ്സ് കൺസേൺഡ് അബൌട്ട് വൺ മാൻ. അപ്പോൾ ഈഗോസെൻട്രിക്കായിട്ട് ജീവിക്കുന്ന ജീവിതങ്ങളുടെ പ്രത്യേകതയാണ്. എത്രമാത്രം സ്വാധീനം ഉണ്ട് എന്നുള്ളതല്ല, എവിടെങ്കിലും മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ആളിനെ കൂടെ നമ്മുടെ സ്വാധീനത്തിനകത്ത് കൊണ്ടുവരുന്നത് വരെ സ്വസ്ഥതയില്ല. അതുകൊണ്ടാണ് വിളിച്ചു കൂട്ടിയപ്പോൾ പ്രധാന ദേശാധിപതിമാരും സ്ഥാനാപതിമാരും ദേശാധിപതിമാരും ന്യായാധിപന്മാരും ഭണ്ഡാരവിചാരകന്മാരും മന്ത്രിമാരും അതുമാത്രമല്ല സംസ്ഥാന പാലകന്മാരും വന്നു കൂടുവാൻ, നഗരാധിപന്മാരും വന്നു കൂടുവാൻ കൽപ്പിച്ചു. ദൈവവചനത്തിൽ ആരാധിക്കാൻ കൽപ്പന വിജാതികൾക്കില്ല, ദൈവവചനത്തിനുണ്ട്. ആരാധിക്കുവാൻ ആഹ്വാനമേ ദൈവം ചെയ്യുന്നുള്ളൂ. ഗോഡ് ഓൺലി ഇൻവൈറ്റ്സ് പീപ്പിൾ ടു വർഷിപ്പ്. ഹീ നെവർ ഫോഴ്സസ് പീപ്പിൾ ടു വർഷിപ്പ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ മനസ്സലിവ് നിങ്ങളെ ഓർപ്പിച്ച് പ്രബോധിപ്പിക്കും. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി. ഐ ബിസീച്ച് യു ബ്രദറൻ. അപ്പോൾ ദൈവം ആരാധനയ്ക്ക് വേണ്ടി വിളിച്ചു കൂട്ടുന്നതും മാനുഷികമായ ആരാധനയുടെ ആ ശൈലിയും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് എന്ന് നോക്കുക. അവർ കൽപ്പന അനുസരിച്ച് വന്നുകൂടിയെന്നാണ് അടുത്ത വാക്യത്തിൽ കാണുന്നത്. വിളിച്ചു, വന്ന് കൂടി. നിങ്ങളോട് കൽപ്പിക്കുന്നു, നാലാമത്തെ വാക്യത്തിൽ ഇതിൻ്റെ മുമ്പിൽ വണങ്ങണം എന്ന് നിങ്ങളോട് കൽപ്പിക്കുന്നു. അന്നേ ഉണ്ടായിരുന്നു ഈ ആരാധിക്കാൻ ഒരു ഇൻഡ്യൂസ്മെൻ്റ് വേണമല്ലോ. അതൊരിക്കലും എന്താണെന്നറിയാമോ? മ്യൂസിക്. അപ്പോൾ ഈ മ്യൂസിക് നല്ല കാര്യത്തിനും, ഗാനങ്ങൾ, പാട്ടുകൾ നല്ല കാര്യത്തിനും തീയതായിട്ടുള്ള കാര്യത്തിനും ഉപയോഗിക്കാനായിട്ട് കഴിയും. അതുകൊണ്ടാണല്ലോ പൈശാചികൻ ഇത് ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോയി. പണ്ടേ ഇത് കൊണ്ടുപോയി ഇന്നും മനുഷ്യ ജീവിതങ്ങളെ തകർക്കുവാനായി ഉപയോഗിക്കുന്നതാണ് സംഗീതം. ഈ രാജാവിനും അത് തന്നെ ആഗ്രഹം. ആ രാജാവ് ഇപ്രകാരം പ്രവർത്തിച്ചു എന്നാണ് നാം വായിക്കുന്നത്. വിളിച്ചുകൂട്ടി കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം. എൻ്റെ ചിന്തയിൽ ഇതെല്ലാം കൂടെ ചേർത്ത് വായിച്ചാൽ എങ്ങനെ മനോഹരമാകുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. ശബ്ദകോലാഹലങ്ങളുണ്ടാകുമെന്നുള്ളതല്ലാതെ കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം എന്ന് പറഞ്ഞാൽ രാജാവിനൊന്നും ഒഴിച്ചു നിർത്തേണ്ട. ഉള്ള ഇൻസ്ട്രുമെൻ്റ് എല്ലാം വേണം. ചേരുന്നതായാലും കൊള്ളാം, ചേരാത്തതായാലും കൊള്ളാം. ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു മ്യൂസിക് ഉണ്ടാക്കണം. കാരണം ആളുകൾ ആരാധിക്കണം. വേണ്ടുന്നതെല്ലാം അദ്ദേഹം ചെയ്തു. എത്ര വലിയ ചലഞ്ചാണെന്ന് നോക്കിക്കാട്ടെ രാജാവ് ഒരുക്കിയത്. രണ്ടാമത്, കമ്പീറ്റിംഗ് കൊളീഗ്സ്. അവരാണ് രാജാവിൻ്റെ അടുത്ത് ആരും വണങ്ങിയില്ല എന്നുള്ള റിപ്പോർട്ട് കൊടുത്തത്. അല്ലെങ്കിൽ ഇത്രയും ജനം കൂടുന്നതിനകത്ത് 2-3 പേര് അവിടെ നിന്നിരുന്നെങ്കിൽ രാജാവും അറിയത്തില്ല, ആരും അറിയത്തില്ല. എന്നാൽ ഇത് ശ്രദ്ധയോടെ നോക്കിക്കൊണ്ട് നടന്ന ആളുകളുണ്ടായിരുന്നു. ആരാന്നറിയാമോ? ഇവരെ ദേശാധിപതിമാരാക്കിയപ്പോൾ ഇവരുടെ കഴിവും ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന കൃപയും കണ്ട് ഹൃദയത്തിനകത്തുണ്ടായ അസൂയ നിമിത്തം ഇവരിലൊരു പോരായ്മ കണ്ടെത്താനായി തേടി നടക്കുന്നൊരു സമൂഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ജോലി ചെയ്യുന്നവർക്കെല്ലാം ഇപ്പോൾ അത് വളരെ വ്യക്തമായി മനസ്സിലാക്കി. നാം ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ കമ്പീറ്റിംഗ് ഫ്രണ്ട്സ് ഉണ്ട്, മത്സരിക്കുകയാണ്. കാരണം എന്നാണെന്നറിയാമോ? അവർക്ക് ആ സ്ഥാനം വേണം, അല്ലെങ്കിൽ അവർക്ക് ആ ക്രെഡിറ്റ് വേണം. അവരിൽ നിന്നുണ്ടാകുന്നത് അവർ വന്ന് പറഞ്ഞ് 2 കാര്യമുണ്ട് 12-ാമത്തെ വാക്യത്തിൽ.
പറഞ്ഞ കാര്യത്തിനകത്ത് സത്യവുമുണ്ട്, ഭോഷ്കുമുണ്ട്. ഇവിടെയാണല്ലോ ഈ പൈശാചികൻ ചെയ്യിക്കുന്നത്. പൈശാചികൻ പറയുന്നോണ്ടേ സത്യവും പറയും, ഭോഷ്കും പറയും. 12-ാമത്തെ വാക്യത്തിൽ രാജാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഈ പുരുഷന്മാർ രാജാവിനെ കൂട്ടാക്കിയില്ല. അത് പറഞ്ഞത് തെറ്റാ. എല്ലാ കാലത്തും രാജാവിനെ കൂട്ടാക്കുന്നവരാണ് ദൈവജനം. രണ്ടാമത് പറഞ്ഞു നമസ്കരിക്കുകയോ ചെയ്തില്ല. അത് ശരിയാ. രാജാവ് ഉയർത്തിയ ബിംബത്തിൻ്റെ മുമ്പിൽ അവർ വണങ്ങിയില്ല. കാരണം അവരുടെ ദൈവം അത് അനുവദിക്കുന്നില്ലല്ലോ. എന്നാൽ രാജാവിനെ കൂട്ടാക്കിയില്ല എന്ന് പറയുന്നത് ഭോഷ്ക. അതുകൊണ്ടാണ് രാജാവ് അവരോട് ചോദിക്കുന്നത്, ഈ പറയുന്നത് ശരിയാണോ? ഈസ് ഇറ്റ് ട്രൂ? അപ്പോൾ അവർക്ക് മുമ്പിലുണ്ടായിരുന്ന രണ്ടാമത് കമ്പീറ്റിംഗ് ഫ്രണ്ട്. ഇത് ഒന്നാമത് അഹങ്കാരത്തിൽ നിന്നുണ്ടായത്, രണ്ടാമത് ജലസി, അസൂയയിൽ നിന്നുണ്ടായ പ്രയാസങ്ങളാണ്. അതിനുശേഷം രാജാവ് ഉപയോഗിക്കുന്നത് അവരെ ത്രെറ്റൻ ചെയ്യുകയാണ്, ഭീഷണിപ്പെടുത്തുകയാണ്. 15-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, നിങ്ങൾ വണങ്ങാതെ ഇരുന്നാൽ 7 ഇരട്ടി ചൂട്. അപ്പോൾ ആ ഉണ്ടാക്കിയ ഫേർനസിന് 7 ഇരട്ടി അഗ്നിജ്വാലയ്ക്ക് അത്രമാത്രം ചൂട് വർദ്ധിപ്പിക്കത്തക്കവണ്ണം ഒരുപക്ഷെ ആലങ്കാരികമായി ഉപയോഗിച്ചതായിരിക്കാം. പ്രതിഷ്ഠിച്ച ബിംബത്തെ വീണ് നമസ്കരിക്കുവാൻ ഒരുങ്ങിയിരുന്നാൽ നന്ന്, അല്ലെങ്കിൽ ഈ നാഴികയിൽ തന്നെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളയും. അതിനുശേഷം അദ്ദേഹം ഈ അഹന്ത വരുമ്പോൾ ലിമിറ്റ് വിട്ട് പറയും. അടുത്ത വാക്കിൽ അദ്ദേഹം ലിമിറ്റ് വിട്ടു, നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്ന ദേവൻ ആർ. അപ്പോൾ അവരുടെ മുമ്പിലുള്ള വിശ്വാസത്തിൻ്റെ വെല്ലുവിളി, ചാലഞ്ച് ഓഫ് ഫെയ്ത്ത്. ഇത്രയും പറഞ്ഞപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തോട് അപ്ലൈ ചെയ്യാൻ ഒരല്പം പ്രയാസമായിട്ട് തോന്നിയേക്കാം. എങ്കിലും ചില പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ, പ്രായോഗിക കാര്യങ്ങൾ പറയുമ്പോൾ ഈ വെല്ലുവിളി നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം അർത്ഥവത്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇവരുടെ ഉള്ളിൽ കൂടെ പോയിട്ടുള്ള ചില ചിന്തകൾ ഒന്ന് പറയട്ടെ. അവർ മനുഷ്യരായിരുന്നല്ലോ. ഒന്നാമത് അവർ ചിന്തിച്ച് കാണും, ഈ രാജാവ് നമ്മുടെ ദൈവത്തെ ഉപേക്ഷിക്കാൻ പറഞ്ഞില്ലല്ലോ. ശരിയല്ലയോ പറഞ്ഞേ? നിങ്ങളുടെ ദൈവത്തെ ഉപേക്ഷിക്കണമെന്ന് രാജാവ് പറഞ്ഞേ ഇല്ല. ഞാൻ വെച്ച ബിംബത്തെ നിങ്ങൾ നമസ്കരിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിനകത്ത് നല്ല ഒരു എക്സ്ക്യൂസ്, ഒരു ഒഴികഴിവ് ഇവർക്ക് കണ്ടെത്താൻ ഒരു പ്രയാസവുമില്ല. അപ്പോൾ രണ്ടാമത് അവരുടെ വെല്ലുവിളി നോക്കിക്കാട്ടെ. രാജാവില്ലയോ, രാജകൽപ്പന അനുസരിക്കണ്ടായോ? അപ്പോൾ അങ്ങനെ ഒരു ഒഴികഴിവൂടെ അവർക്ക് കണ്ടെത്താൻ കഴിയുമായിരിക്കും. മൂന്നാമത് അവർ ചിന്തിച്ച് കാണും, ഈ ഒരു പ്രാവശ്യം ചെയ്യണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇത് ആവർത്തിച്ച് ആഴ്ചതോറും ചെയ്യണമെന്ന് രാജാവ് ആവശ്യപ്പെട്ടിട്ടില്ല. ദുരാസമഭൂമിയിൽ ഒരുക്കിയിരിക്കുന്ന ഈ ബിംബത്തെ ഒരുക്കി പ്രതിഷ്ഠിക്കുന്ന ഈ അവസരത്തിൽ വൺ ടൈം. ഇപ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ വെല്ലുവിളി പ്രസക്തമായില്ലയോ? ചില കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ വരുന്ന വെല്ലുവിളി എന്താണെന്നറിയാമോ? ദൈവത്തെ ഉപേക്ഷിക്കണ്ട, ഒരു പ്രാവശ്യം. അറിയാതെ നമ്മുടെ ഹൃദയത്തിനകത്തൊരു ചിന്തയോടെ വരും, ആഫ്റ്റർ ഓൾ വൺ ടൈം ഈവൻ ഗോഡ് വിൽ ഫോർഗിവ്, ഇല്ലയോ? ഇത് തുടർമാനമായി ചെയ്യാതിരുന്നാൽ മതിയല്ലോ. അപ്പോൾ കോംപ്രമൈസ് ചെയ്യാൻ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന പ്രവണതകൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. പിന്നീട് ചിന്ത കാണും, അന്യജാതികളായി ഇവിടെ വന്ന് പാർക്കുന്ന നമുക്ക് ഈ മനുഷ്യൻ എന്തുമാത്രം നന്മ ചെയ്തു, നന്ദിയുള്ളവരായിരിക്കണ്ടായോ? ന്യായമായിട്ടുള്ളൊരു ഒഴികഴിവല്ലയോ? ചില കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ചില മേഖലയിൽ ആളുകൾ കൂടി വരുമ്പോൾ അവർക്ക് കീഴ്പ്പെട്ട് കൊടുക്കുന്നതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? എന്തെല്ലാം കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തന്നു. ഈ കാര്യം അവർ പറയുമ്പോൾ അവരുടെ കൂടെ ഒന്ന് കൂടുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? വിശ്വാസത്തിൻ്റെ ശോധന കണ്ടോ? ദൈവത്തെ ഉപേക്ഷിക്കണ്ട, ഒരു പ്രാവശ്യം വണങ്ങിയാൽ മതിയല്ലോ. ദൈവം മനസ്സിലാക്കുമല്ലോ. പിന്നീട് അവരുടെ ഉള്ളിൽ കൂടെ ഒരു ചിന്ത വന്ന് കാണും, നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ എത്രയോ അകലെയാണ്. നമ്മുടെ പാരമ്പര്യത്തിൽ നിന്ന് നമ്മൾ എത്രയോ അകലെയാണ്. നമ്മൾ വന്ന് പാർക്കുന്ന ഈ സ്ഥലം വിഭിന്നമല്ലയോ?
അവസാനം അവരുടെ മനസ്സിൽ കൂടെ പോകും. ഇത്രയും സ്ഥാനവും മാനവും ഒക്കെ തന്നപ്പോൾ നമുക്കുള്ള സ്ഥാനവും പദവിയും നഷ്ടപ്പെടുത്തണോ? ഡോണ്ട് വി ഹാവ് ടു റിമെയിൻ ഇമ്പോർട്ടൻറ്റ്? ഇനി ഈ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്ഥാനം ഒന്ന് നിലനിർത്തിയാലല്ല ഒക്കത്തുള്ളൂ. വിശ്വാസത്തെ വളരെ വ്യക്തമായി ശോധന ചെയ്യുകയാണ് രാജാവ്. കൂടെയുള്ള ആളുകൾ നമ്മുടെ ജീവിതത്തെ പലപ്പോഴും ശോധന ചെയ്യും. ഈ ദൈവമക്കളുടെ വിശ്വാസത്തിൻ്റെ ശോധനയിൽ അവർ ഉറച്ചു നിന്നത് നിമിത്തം ഈ കഥയുടെ അന്ത്യത്തിൽ വരുമ്പോൾ ഇവരുടെ ദൈവമാണ് ദൈവമെന്ന് രാജാവ് വായി തുറന്നു പറഞ്ഞു. അവരല്ല പറഞ്ഞത്, രാജാവ് പറഞ്ഞു. അപ്പോൾ അവരുടെ സാക്ഷ്യം രാജാവിൻ്റെ നാവിൽ വരണമെങ്കിൽ വിശ്വാസത്തിൻ്റെ ശോധനയിൽ ഉറച്ചു നിൽക്കണം. അപ്പോൾ നമ്മുടെ വിശ്വാസം ടെസ്റ്റഡ് ആകുമ്പോൾ അതിൽ കൂടെ ഉണ്ടാകുന്ന പരിണിത ഫലമാണ് നമ്മുടെ വിശ്വാസം ഇന്ന് എതിർക്കുന്നവരുടെ നാവിൽ ചെല്ലുന്നത്. സ്തേഫാനോസിൻ്റെ മേൽ കല്ല് ധാരാളമായി വന്ന് വീണപ്പോൾ ദൈവകൃപയോടുകൂടെ ദൈവദൂതൻ്റെ മുഖം പോലെ ശോഭയുള്ളതായി നിന്നതല്ലയോ ഒരു തർസോസുകാരനായ ശൗലിൻ്റെ ഉള്ളിൽ ഈ ദൈവത്തെക്കുറിച്ചുള്ളൊരു ബോധം ഉദിക്കാൻ കാരണം? അവൻ്റെ നാവിൽ ദൈവവചനം വളരെ താമസിയാതെ വന്നു. നീ ഉപദ്രവിക്കുന്നവനായ ക്രിസ്തു ആകുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പൂർണ്ണ വിശ്വാസം ആ ക്രിസ്തു രാജാവിന് വേണ്ടി കല്ലുകൾ വാങ്ങി അവിടെ വീരമൃത്യു ഏറ്റെടുത്തവനായ സ്തേഫാനോസിനെ അവൻ്റെ മുമ്പിൽ ഓർമ്മ വന്നു. വിശ്വാസത്തിൻ്റെ ശോധന എത്ര പ്രയോജനം ചെയ്യുന്നു എന്ന് ശ്രദ്ധിക്കുക. ചാലഞ്ച് ഓഫ് ഫെയ്ത്ത്. ഇന്നത്തെ ലോകത്തിൽ ഇത് വളരെ പ്രായോഗികമായിട്ടുള്ളൊരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നു. അനേകരും ഇങ്ങനെയുള്ള ചാലഞ്ചസ് വരുമ്പോൾ കോംപ്രമൈസ് ചെയ്യും, അനുരഞ്ജനപ്പെട്ടു പോകും. ഒരു പ്രാവശ്യം ആവശ്യമല്ലയോ? കാര്യം നടക്കണ്ടായോ? മുമ്പോട്ട് പോകണ്ടായോ? എൻ്റെ സ്ഥാനം നിർത്തണ്ടായോ? ജോലി പോയെങ്കിലോ? സ്ഥാനം നഷ്ടപ്പെട്ടെങ്കിലോ? മറ്റുള്ളവർ എന്നെ തള്ളിക്കളഞ്ഞെങ്കിലോ? ഒറ്റപ്പെടുത്തിയെങ്കിലോ? നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധമായിട്ടുള്ള എക്സ്ക്യൂസസാണ്. എന്നാൽ ഈ കൂട്ടർ അങ്ങനെയല്ലായിരുന്നു. അവർ വിശ്വാസത്തിൻ്റെ ശോധനയിൽ ഉറച്ചു നിന്നു. നോക്കിക്കാട്ടെ അവരെങ്ങനെ ഫെയ്ത്ത് എക്സ്പ്രസ് ചെയ്യുന്നു, അവരുടെ വിശ്വാസത്തെ എങ്ങനെ പുറത്തേക്ക് പ്രകടിപ്പിച്ചു എന്ന് നമുക്ക് നോക്കാം. അവരെ 16-ാമത്തെ വാക്യത്തിൽ അത് ആദ്യമേ തന്നെ പറഞ്ഞു. ഇങ്ങനെ നെബൂഖദ്നേസറേ, ഈ കാര്യത്തിൽ ഉത്തരം പറയാൻ ആവശ്യം ഇല്ല.